ഈ ഡയഗ്രാമിനകത്ത് ഈ കാണുന്ന സ്ലൈഡിനകത്ത് കുറേ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. ഒന്നിൽ മിൽക്ക് കാണുന്നു, വേറെ ഒന്നിൽ ഫിഷിൻ്റെ പീസുണ്ട്. യു ക്യാൻ സീ ദ പീസ് ഓഫ് ചിക്കൻ, യു ക്യാൻ സീ ദ പീസ് ഓഫ് എഗ്, സെറീൽസ് കാണാം, പയറ്, പരിപ്പ്, ഉഴുന്ന് ഇതെല്ലാം കാണാം. വൈ വി ആർ ടേക്കിംഗ് ദീസ് മെറ്റീരിയൽ ആസ് ഫുഡ്? ഇതെല്ലാം നമ്മൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്നതാണ്. വി ആർ ടേക്കിംഗ് ദീസ് തിങ്സ് ആസ് ഫുഡ്. വൈ വി നീഡ് ടു ടേക്ക് ദീസ് മെറ്റീരിയൽ ആസ് ഫുഡ്? ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്? ദ റീസൺ ഈസ് for protein. These are all called proteinaceous food. Why these are called proteinaceous food? If you see if you weigh the content of this food material, of course all this material will contain little amount of carbohydrates, there will be fatty components, but still they will contain majority of proteins. ബാക്കി എല്ലാം ഉള്ളതുപോലെ തന്നെ അതിനകത്ത് എന്തുണ്ട്? കൂടുതലായിട്ട് എന്ത് കാണാം? പ്രോട്ടീൻസ് കാണാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറഞ്ഞത്? ദേ ആർ കോൾഡ് പ്രോട്ടീനേഷ്യസ് ഫുഡ്സ്. എന്താ പറഞ്ഞത്? പ്രോട്ടീനേഷ്യസ് ഫുഡ്സ്. വാട്ട് ആർ പ്രോട്ടീനേഷ്യസ് ഫുഡ്സ്? ദി ഫുഡ് മെറ്റീരിയൽ കണ്ടെയ്ൻ മാക്സിമം കണ്ടന്റ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദം. കൂടുതൽ എമൗണ്ട് പ്രോട്ടീൻ ഉള്ളതിന് നമ്മൾ പറഞ്ഞതാണ് പ്രോട്ടീനേഷ്യസ് ഫുഡ്. Now, what are amino acids? In one line, if you tell an answer, amino acids are the building block of proteins. Amino acids are building blocks of protein. അമിനോ ആസിഡുകൾ ചേർത്ത് വച്ച് ഉണ്ടാകുന്ന ഒരു പോളിമറാണ് പ്രോട്ടീൻ. So, protein is a large molecule made with the fusion of amino acids. So in this chapter, we are discussing about what is an amino acid, what are the classification of amino acid, what are the chemical nature of amino acid, how amino acids are fused together to become protein, what are the structure of proteins, and what are the functional roles of protein, and how amino acid undergo degradation and biosynthesis. These are the topics which is in this presentation. So what are proteins? Proteins are the large biomolecules. കുറച്ച് വലിയ biomolecules ആണ് proteins. And they are made up of similar unit. Similar ആയിട്ടുള്ള യൂണിറ്റുകൾ. എന്താണ് ഈ സിമിലർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അമിനോ ആസിഡുകളാണ് ഈ സിമിലർ യൂണിറ്റുകൾ. അമിനോ ആസിഡുകൾ ചേർത്ത് ഉണ്ടാക്കിയ വലിയൊരു മോളിക്യൂളാണ് എന്ത്? ഈ പറഞ്ഞ അമിനോ ആസിഡുകൾ. സോ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ച് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു ലാർജ് മോളിക്യൂളാണ് പ്രോട്ടീൻ. And among plenty of amino acids. So if you see the nature, there are more than 300 amino acids. 300-ൽ കൂടുതൽ അല്ലെങ്കിൽ 300ഓളം അമിനോ ആസിഡ് ഉള്ളതിൽ 20 അമിനോ ആസിഡ് മാത്രമാണ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. These 20 amino acids, which are the constituent molecule of protein, are called proteogenic amino acid. So the 20 out of around 300 amino acids, only 20 amino acids are found in proteins and they are called proteogenic amino acid. Before going to the structure of amino acid, നമ്മൾ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുമ്പ് അമിനോ ആസിഡിന് പല ടൈപ്പുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ കാണും. വാട്ട് ഈസ് ഫങ്ഷണൽ ഗ്രൂപ്പ്? നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഗീവ് പ്രോപ്പർട്ടി ഫോർ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്
തനതായ രാസ സ്വഭാവം നൽകുന്ന മോളിക്യൂളാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ആൽക്കഹോളിന് അതിൻ്റെ സ്വഭാവം നൽകുന്നത് OH ഗ്രൂപ്പ്. അപ്പോൾ ഈ രീതിയിൽ ഒരു മോളിക്യൂളിൻ്റെ ഫങ്ഷൻ കാണിക്കുന്ന, അതിൻ്റെ രാസ സ്വഭാവം പ്രകടമാക്കുന്ന ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ അമിനോ ആസിഡിൽ പല ഫങ്ഷണൽ ഗ്രൂപ്പുകളും കാണാറുണ്ട്. പക്ഷേ അമിനോ ആസിഡ്, ഒരു അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും അതിൽ മസ്റ്റാണ്. ആ വാക്കിൽ തന്നെ നിങ്ങൾക്കറിയാം, അമിനോ ആസിഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആൻ അമിനോ ഗ്രൂപ്പും പിന്നെന്തുണ്ട്, ഒരു അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. സോ all amino acid essentially should contain an amino group and an acidic group. Along with this, there can be presence of diverse kinds of functional groups. അപ്പോൾ അമിനോ ആസിഡിന് ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി, ഇതാണ് അമിനോ ആസിഡിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം. ആസ് വി ഡിസ്കസ്ഡ് ബിഫോർ, ഇപ്പോൾ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ പ്രോട്ടീനും ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് കൊണ്ടാണ്. ബട്ട് ദ ഫങ്ഷണാലിറ്റി ഓഫ് എ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനിൻ്റെ ഫങ്ഷണൽ റോൾ എന്ന് വെച്ചാൽ എന്താണ് ഫങ്ഷണൽ റോൾ? ഒരു പ്രോട്ടീന് കാറ്റലിസ്റ്റ് ആവണോ, ഒരു പ്രോട്ടീന് എന്താണ് എൻസൈമായിട്ട് മാറണോ, ഒരു പ്രോട്ടീൻ ലിഗാൻഡായിട്ട് മാറണോ, ഒരു പ്രോട്ടീൻ റിസപ്റ്ററായിട്ട് മാറണോ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് അതിൻ്റെ ഫങ്ഷൻ. അതിന് പറയുന്ന പേരാണ് ഒരു പ്രോട്ടീൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു. പ്രോട്ടീൻ്റെ ഫങ്ഷൻ പലതായിട്ടാണ്. എൻസൈംസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാറുണ്ട്, പ്രോട്ടീന് സർഫസ് പ്രോട്ടീൻസ് ആയിട്ട് വയ്ക്കാറുണ്ട്, സെൽ മെംബ്രെയിനകത്ത് മെംബ്രെയിൻ പ്രോട്ടീനായിട്ട് നിൽക്കാറുണ്ട്, ഓസ്മോ റെഗുലേറ്ററി ഫങ്ഷനുണ്ട്, ഇങ്ങനെ പല ഫങ്ഷനുണ്ട് പ്രോട്ടീന്. അപ്പം അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീൻ? ഒരു പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ്? എന്താണ് ഒരു പ്രോട്ടീൻ്റെ ഫങ്ഷനെ തീരുമാനിക്കുന്നത്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് അമിനോ ആസിഡ് ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. രണ്ട് കാര്യമാണ്. ഒന്നെന്താണ്, വാട്ട് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് അമിനോ ആസിഡ്. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് അറേഞ്ച്മെന്റ്. ഒരു പ്രോട്ടീനിൽ ഏത് ഓർഡറിലാണ് അമിനോ ആസിഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദീസ് ടു ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ദി ഫങ്ഷൻ ഓഫ്, ഓർ ദീസ് ടു ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദി ഫങ്ഷൻ ഓഫ് എ protein. So now let's go in detail what is an amino acid. And if you think about of amino acid, an amino acid is made up of carbon, hydrogen, oxygen and nitrogen. The difference is, along with carbon, hydrogen and oxygen, there will be presence of nitrogen. But the derivatives of amino acid may contain copper, iron, magnesium, manganese, zinc, iodine, etc. As a normal rule, we can tell like this: an amino acid contain carbon, hydrogen, oxygen and nitrogen. But different amino acid may contain other elements in trace. They include copper, iron, magnesium, manganese, zinc, etc. Now, what is an amino group? NH2 is referred as amino group. NH2 എന്നുള്ള മോളിക്യൂളിന് പറയുന്ന പേരാണ് amino group. Now, what is a carboxylic group? COOH. അതൊരു ആസിഡ് ആണ്. കാർബോക്സിലിക്, COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്, COOH എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഇനി first we will go to the structure of an amino acid. Then we will come back. See, this is the typical structure of an amino acid. See the diagram on the top. I think this diagram is in ഈ diagram നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. So you can just go to the page number
268. You can see this diagram on page number 268. See the top diagram. Before that, see this diagram. See, this is ഇതാണ് ഒരു അമിനോ ആസിഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ഫോം. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ബൈ വിച്ച് വി ക്യാൻ റെപ്രസെന്റ് ആൻ അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. So now how can you explain this diagram? See, there is a carbon. This carbon contain R group. എന്താണ് ഈ R? This R stands for an alkyl chain. ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ആണ് R. എന്താണ് ഈ ഹൈഡ്രോകാർബൺ ചെയിൻ? ഇപ്പം CH2, C2H6, C4H12 അങ്ങനെ പോകുന്ന കാർബണും ഹൈഡ്രജനും ചേരുന്ന ഒരു നീണ്ട മോളിക്യൂൾ ആയിരിക്കും R ഗ്രൂപ്പ്. അപ്പോൾ in one carbon atom, one side contain a hydrocarbon chain, then there will be an amino group, and then there will be an acidic group. ഒരു ആസിഡ് ഗ്രൂപ്പും ഒരു അമിനോ ഗ്രൂപ്പും ഒരു R ഗ്രൂപ്പും ഒരു ആൽക്കൈൽ ഒരു ഹൈഡ്രോകാർബൺ ഗ്രൂപ്പും കൂടെ ചേരുന്നതിന് പറയുന്ന പേരാണ് അമിനോ ആസിഡ്. സോ അതിനെ ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് NH2CCOOH then R. Now come to this diagram. You see this diagram? This is a carbon. ഈ കാർബണിൻ്റെ വലത് സൈഡിൽ COOH ആസിഡ് അറ്റാച്ച് ചെയ്തു. അതിൻ്റെ വേറൊരു സൈഡിൽ NH2 അറ്റാച്ച് ചെയ്തു. ഈ ഒരു കാർബണിന് 4 വാലൻസിയാണ്. ഒരു സൈഡ് COOH ഗ്രൂപ്പ് അറ്റാക്കായി, ഒരു സൈഡിൽ NH2 അറ്റാച്ചായി, പിന്നെ 2 വാലൻസി ഉണ്ട്. ഒരിടത്ത് ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ടായി. ആ ഹൈഡ്രോകാർബൺ ചെയിനിലുള്ള ഒരു ഹൈഡ്രജൻ മറു സൈഡിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ എന്തായി? 4 വാലൻസിയും ഫില്ലായി. അപ്പോൾ അങ്ങനെ ഒരു കാർബണിൻ്റെ 4 വാലൻസിയും 4 മോളിക്യൂൾ കൊണ്ടാണ് ഫില്ലായിട്ടുള്ളത്. അതിൽ എസെൻഷ്യലായിട്ട് വേണ്ടത് ഒരു സൈഡിൽ ഒരു അമിനോ ഗ്രൂപ്പും ഒരു സൈഡിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും വന്നു. ബാക്കി 2 സൈഡിൽ ഒരു R, ഒരു ഹൈഡ്രോകാർബൺ ചെയിനും പിന്നെ ഒരു ഹൈഡ്രജനും അറ്റാച്ചായി. ഈ ഹൈഡ്രജനെയും ആറിനെയും കൂടെ ചേർത്ത് R ആയിട്ട് റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ ജനറൽ ഫോർമുല എഴുതിയത്. ബട്ട് ദിസ് ഈസ് ഹൗ വി സി എ അമിനോ ആസിഡ്. ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഡയഗ്രാം ഇൻ യുവർ മൈൻഡ്. ആ മനസ്സിനകത്ത് ആ ഒരു ഡയഗ്രാം കിടക്കട്ടെ. Now see this slide. An amino acid contain an amino group, and there is a carboxyl group. The side chain or the R chain can vary between the different amino acids. The chemical nature of amino group is basic nature. Amino group is basic in nature, whereas COOH group is acidic. The amino acid which should be supplied to an organism. All organisms cannot synthesize all amino acids. എല്ലാ ഓർഗാനിസത്തിനും എല്ലാ അമിനോ ആസിഡും ഉണ്ടാക്കാൻ പറ്റില്ല. കുറേയധികം അമിനോ ആസിഡ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവും. മറ്റു ചില അമിനോ ആസിഡ് എന്താണ് ഒരു ഓർഗാനിസത്തിൽ ആഹാരത്തിലൂടെ സപ്ലൈ കോംപ്ലിമെന്റ് ചെയ്യപ്പെടണം. The amino acids which should be supplied to an organism through feeding are called essential amino acid. So regarding an organism, the amino acid which should be supplied are called essential amino acid. But the amino acids which an organism can make, which an organism can synthesize, it is called non-essential amino acid. So an amino acid, a group or the amino acid which is synthesized in an organism is called essential amino acid, and amino acid which cannot be synthesized by an organism is called essential amino acid, but which are synthesized by the organism itself is called non-essential amino acid. The amino acids which are part of a protein
which function as building block of a protein. ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നതിനുള്ള അടിസ്ഥാനമായ മോളിക്യൂൾസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അമിനോ ആസിഡിന് പറയുന്ന പേരാണ് പ്രോട്ടിയജനിക് അമിനോ ആസിഡ്. They are called proteogenic amino acid. We can classify amino acid into 7 distinct groups. Of now, ഇതുവരെ അറിയപ്പെടുന്നത് ഒരു ഓർഗാനിസത്തിനകത്ത് കാണുന്നത് 20 എണ്ണമാണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. എന്താണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്? പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി പങ്കുചേരുന്ന അമിനോ ആസിഡിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. അത് ഇതുവരെ ഉള്ളത് എത്ര എണ്ണമാണ്? 20 എണ്ണമാണ് ഉള്ളത്. They are of ഈ 20 എണ്ണത്തിന് 7 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. Of the 20 amino acids, depending on the chemical characteristic features, they are classified into 7 groups. One is aliphatic amino acid. What is aliphatic amino acid? If the R chain എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ ചെയിൻ ലീനിയർ ചെയിൻ ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്താണ്? ആലിഫാറ്റിക് അമിനോ ആസിഡ്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉണ്ട്. എന്താണ്? ആരോമാറ്റിക്. വാട്ട് ഈസ് ആരോമാറ്റിക് അമിനോ ആസിഡ്? ഇഫ് ദി ഹൈഡ്രോകാർബൺ ഈസ് എ റിംഗ് കോമ്പൗണ്ട്, ഈസ് എ റിംഗ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് കോൾഡ് ആരോമാറ്റിക് അമിനോ ആസിഡ്. Then, so one is aliphatic amino acid. 2, a hydroxyl group containing amino acid. ചില അമിനോ ആസിഡിൽ എന്താണ്? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടെ കാണും. അതിന് പറയുന്ന പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്. Some of the amino acid will contain a sulfur molecule. ചിലതിന് സൾഫർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ they are called sulfur containing amino acid. വേറെ ചില അമിനോ ആസിഡിന് ആസിഡ് മോളിക്യൂൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് അസിഡിക് അമിനോ ആസിഡ്. അപ്പോൾ ഒരു അമിനോ ആസിഡിന്റെ കൂടെ ഒരു അസിഡിക് മോളിക്യൂൾ കൂടുതൽ വന്നാൽ നമുക്കറിയാം, നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് സംസാരിക്കും, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു അമിനോ ആസിഡിൽ ഒരു അമിനോ ഗ്രൂപ്പും ഒരു അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. അത് നോർമൽ. ഒരു അമിനോ ആസിഡിൽ ഈ അമിനോ ഗ്രൂപ്പും COH ഗ്രൂപ്പും കൂടാതെ ഒരു അസിഡിക് ഗ്രൂപ്പ് കൂടെ വന്നാൽ അതിന് പറയുന്ന പേരാണ് അസിഡിക് അമിനോ ആസിഡ്. അതുപോലെ ഒരു അമിനോ ഗ്രൂപ്പ് കൂടുതലായിട്ട് വന്നാൽ അതിന് നമ്മൾ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയും. സൾഫർ ഉണ്ടെങ്കിൽ ഒരു അമിനോ ആസിഡിൽ സൾഫർ കൂടെ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്ന് പറയും. ഇനി റിംഗ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ റിംഗ് ആർ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇഫ് ഇറ്റ് ഇസ് എ റിംഗ് സ്ട്രക്ചർ, ദേ ആർ കോൾഡ് ആരോമാറ്റിക് അമിനോ ആസിഡ്. But at the same time, replacing NH2 group, if we can see a NH group, NH2 ഗ്രൂപ്പിനെ മാറ്റി വെച്ചിട്ട് ഒരു NH ഗ്രൂപ്പാണ് കാണുന്നതെങ്കിൽ that is called imino acid. അതിനെ പറയുന്ന പേരാണ് എന്താണ്? imino acid. So the standard amino acids are classified into aliphatic amino acid, hydroxyl group containing amino acid, sulfur containing amino acid, acidic amino acids, basic amino acid, aromatic amino acid and imino acid. This is one classification of amino acid. And depending on whether it can be synthesized by the organism or not, whether an amino acid is made within the organism or whether an amino acid need to be supplied through the food. Amino acids are classified into essential amino acid and non-essential amino acid. Essential amino acid എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നും പറയും. അതിന് എക്സാമ്പിൾ ആണ് ലൈസിൻ, ത്രിയോണിനൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. എന്നാൽ സെറിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അമിനോ ആസിഡ് ക്യാൻ ബി ഐദർ എസെൻഷ്യൽ ഓർ ഇറ്റ് ക്യാൻ ബി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. പിന്നൊരു ക്ലാസിഫിക്കേഷൻ ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തനി ആവർത്തനമാണ്. ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ് ആൻഡ് ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്. What is hydrophobic amino acid? If an amino acid is insoluble in water, if an amino acid is insoluble in water, what does it mean? Water is a polar solvent. Water is a polar solvent.
So, benzene, hexane, etc. These are all non-polar solvents. If an amino acid is easily soluble in non-polar solvent, they are called hydrophobic amino acid or non-polar amino acids. That can be of two types. It can be an alkyl amino acid or aliphatic amino acid, or it can be an aromatic amino acid. That depends. This non-polar nature is because of the presence of distinct alkyl chain or aromatic group. ഞാൻ പറഞ്ഞതാണ്, ഒരു അമിനോ ആസിഡ് നോൺ പോളർ ആയിട്ടുള്ള സോൾവെന്റിലാണ് ഡിസോൾവ് ആവണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ പോളർ അമിനോ ആസിഡ്. ആ നോൺ പോളാരിറ്റി കിട്ടിയത് because of the presence of distinct hydrophobic ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പോ ആരോമാറ്റിക് ഗ്രൂപ്പോ ഉള്ളതുകൊണ്ടായിരിക്കും. നേരെ മറിച്ച് if an amino acid is easily soluble in water or in an aqueous environment, in aquatic condition, if an amino acid is soluble, they are called polar amino acid. They are referred as polar amino acid. These polar amino acid can be neutral, acidic or basic. ഈ polar amino acid ഒന്നുകിൽ ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ അസിഡിക് ആയിരിക്കും, അല്ലെങ്കിൽ ബേസിക് ആയിരിക്കും. എന്താണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. ഒരു അമിനോ ആസിഡിൽ എന്തൊക്കെ ഭാഗമുള്ളത്? there is an amino group, there is a R group, and there is a COOH group. So one NH2, one R and one COOH group. ഒരു അമിനോ ആസിഡിൽ ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉള്ളുവെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇലക്ട്രിക്കലി അത് ന്യൂട്രൽ ആയിരിക്കും. ചാർജ് വൈസ് അത് ന്യൂട്രൽ ആയിരിക്കും. such a molecule is called neutral amino acid. But at the same time, if an amino acid contain one extra acidic group, ഒരു എക്സ്ട്രാ അസിഡിക് ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അസിഡിക് അമിനോ ആസിഡ്. എക്സാമ്പിൾ ഗ്ലൂട്ടാമിക് ആസിഡ്. അത് നേരെ വിപരീതമായി, contrary, if an amino acid contain one extra basic group along with an extra basic group along with amino group, they are called basic amino acid. ഒരു അമിനോ ആസിഡിൽ ഉള്ള അമിനോ ഗ്രൂപ്പ് കൂടാതെ ഒരു എക്സ്ട്രാ ബേസിക് ഗ്രൂപ്പ്, ക്ഷാര സ്വഭാവമുള്ള ഒരു മോളിക്യൂൾ വന്നാൽ അതിന് പറയുന്ന പേരാണ് ബേസിക് അമിനോ ആസിഡ്. Now, see this diagram. This diagram contains a carbon atom in the middle. This carbon atom has one valency filled with COOH. Other valency filled with H2N or NH2. പിന്നെ ഒരു ഗ്രൂപ്പ്, ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ. പിന്നെ ഒരു സൈഡിൽ ഒരു ഹൈഡ്രജൻ വരും. ഈ കാർബണിന്റെ നാലാമത്തെ വാലൻസി ഒരു ഹൈഡ്രജൻ വരും. ഇങ്ങനെ if all the four valencies of an carbon are satisfied with four different functional groups, such an amino acid, ആ ഒരു കാർബണിന് പറയുന്ന പേരാണ് അസിമെട്രിക് കാർബൺ ആറ്റം അല്ലെങ്കിൽ ചിറാൽ ആറ്റം. If all the four valency of a carbon are satisfied with four different functional groups or four different molecules or four different atoms,
Such a molecule is called chiral atom or asymmetric atom. Asymmetric atom. If a carbon atom is having chiral center or asymmetric carbon in the middle, such molecule exhibit a property called chirality. The phenomena of having a chiral carbon is called chirality. Also, a chiral center will show optical isomerism. Wherever there is asymmetric carbon atom or a chiral center is present, such molecules will show optical isomerism. That means they can exist in two forms, and these two forms are recognized by the ability of the molecules to rotate plane polarized light. Plane polarized ആയിട്ടുള്ള ലൈറ്റിനെ ഏത് സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിസിൽ അമിനോ ആസിഡ് പല ടൈപ്പിലുണ്ട്, 2 ടൈപ്പിലുണ്ട്. If an amino acid containing asymmetric carbon rotates plane polarized light to right side, such an amino acid called a D-amino acid or dextrorotatory amino acid. But at the same time, if an amino acid has a property of rotating plane polarized light to left, such an amino acid called a levorotatory amino acid. So there is dextrorotation and there is levorotation properties are present in amino acid. Depending on this, the amino acids can be either dextrorotatory or it can be levorotatory. Amino acid can be either dextrorotatory or levorotatory. The levorotatory form is called a levoisomer and dextrorotatory form is called dextro or D isomer and L isomer. കാർബോക്സിലിക് ആസിഡ്സ് നമുക്കറിയാം, COH ഗ്രൂപ്പ് ഒരു പ്രോട്ടോൺ ഡോണറാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. COH ഗ്രൂപ്പ് അയണൈസ് ചെയ്യുമ്പോൾ COO മൈനസും H+ഉം ആയിട്ട് പോവും. അതൊരു പ്രോട്ടോൺ ഡോണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ the COOH group present in amino acid has the same property. അതേ പ്രോപ്പർട്ടി അതിനുണ്ട്. അത് ഒരു പ്രോട്ടോൺ ഡോണറായിട്ട് അതിന് ആക്ട് ചെയ്യാൻ പറ്റും. അതേസമയം അമിനോ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ദി അമിനോ ഗ്രൂപ്പ് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ. മിക്കവാറും അമിനോ ഗ്രൂപ്പ് NH2 എന്നുള്ളത് NH3 ആയിട്ട് മാറാൻ പറ്റും ബൈ അക്സെപ്റ്റിംഗ് എ H+. ഓക്കെ, പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു pH സ്പെസിഫിക് ആയിരിക്കണം. ഒരു അമിനോ ആസിഡ് 2നും 5നും ഇടയ്ക്ക് 50% അയണൈസേഷൻ ആയിരിക്കും. ഒരു അമിനോ ആസിഡ് അറ്റ് എ pH ബിറ്റ്വീൻ 2 to 5, 2നും 5നും ഇടയ്ക്കുള്ള pHലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു അമിനോ ആസിഡ് അയണൈസ് ചെയ്യുകയും H+ ആയിട്ട് 50% അമിനോ ആസിഡ്, അതിൽ 50% ആസിഡ് ഗ്രൂപ്പും അയണൈസ്ഡ് ആയിട്ട് നിൽക്കും. RCOO + H ആയിട്ട് നിൽക്കും. എന്നാൽ pH എബോവ് 5 ആയിട്ട്, അതായത് 8നും 9നും ഇടയിലോട്ടൊക്കെ പോയാൽ, 8ന്റെ സൈഡിൽ ബിലോ 8ന് താഴെ 5ന് മുകളിലോട്ട് പോയത് 9നും 10നും ഇടയൊക്കെ വന്നാൽ 50% അമിനോ ഗ്രൂപ്പും അയണൈസ്ഡ് ആവും. 50% അമിനോ ഗ്രൂപ്പും അയണൈസ്ഡ് ആയിട്ട് നിൽക്കും. ഈ പ്രോപ്പർട്ടി ഒരു വണ്ടർഫുൾ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു അമിനോ ആസിഡിന് 2 ചാർജും കാണാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ pH കണ്ടീഷൻ ഒരു അമിനോ ആസിഡിന് ഒരു അമിനോ ചാർജും പ്ലസ് ചാർജും വരും, ചിലപ്പോൾ എന്താണ് മൈനസ് ചാർജും വരും. അങ്ങനെ ദ സെയിം മോളിക്യൂൾ ഇൻ എ സൊല്യൂഷൻ, ഒരേ മോളിക്യൂൾ ഒരു സൊല്യൂഷനിൽ
രണ്ട് ചാർജും കാണിച്ചാൽ അതിനെ പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺ എഫക്റ്റ്. എന്താണ്? സ്വിറ്റർ അയോണിക് ഇഫക്റ്റ്. സ്വിറ്റർ അയോണിക് ഇഫക്റ്റ്. അങ്ങനെയുള്ള അയോൺസിനെ പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺസ്. അതായത് അറ്റ് ലോ പി എച്ച് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഈസ് ഹൈ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എസെൻസ് ഇവിടെ ഉണ്ട്, നോക്കൂ. അറ്റ് ലോ പി എച്ച് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഈസ് ഹൈ. അതുകൊണ്ട് ബോത്ത് അമീൻസ് ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പ് ആർ പ്രോട്ടോണേറ്റഡ്. അമീനും പ്രോട്ടോണേറ്റ് ആവും, അമിനോ ഗ്രൂപ്പും പ്രോട്ടോണേറ്റ് ആവും, കാർബോക്സിലിക് ആസിഡും പ്രോട്ടോണേറ്റഡ് ആവും. ഇനി അറ്റ് ഹൈ പി എച്ച് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറവാണ്. ദെയർഫോർ ബോത്ത് അമീൻസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് മാറും. എന്നാൽ അറ്റ് ന്യൂട്രൽ പി എച്ച് അമീൻസ് പ്രോട്ടോണേറ്റഡ് ആണ്, കാർബോക്സിലേറ്റ് ഡീപ്രോട്ടോണേറ്റഡ് ആണ്. അതുകൊണ്ട് അത് ന്യൂട്രൽ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ കേൾക്കേണ്ടതാണ്, ഒരു മോളിക്യൂള് പി എച്ച് കൂടുന്നതനുസരിച്ച് ന്യൂട്രൽ കണ്ടീഷൻ, ന്യൂട്രൽ പി എച്ചിൽ നെറ്റ് ചാർജ് 0യും, എന്നാൽ അമിനോ ആസിഡിൻ്റെ പി എച്ച് കുറയുന്നതനുസരിച്ച് അതിന് അസിഡിക് സ്വഭാവവും പി എച്ച് കൂടുന്നതനുസരിച്ച് ബേസിക് സ്വഭാവവും വരും. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി, ഇങ്ങനെ വേരിഡ് ആയിട്ടുള്ള ചാർജ് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺസ്. എന്താണ്? സ്വിറ്റർ അയോൺസ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ദാറ്റ് മീൻസ് മോളിക്യൂൾസ് ഹാവ് ബോത്ത് ചാർജ്. ഒരു മോളിക്യൂളിൽ രണ്ട് ചാർജും വന്നാൽ അതിന് പറയുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഒരു സൈഡിൽ പ്ലസ് ചാർജും വേറൊരു സൈഡിൽ മൈനസ് ചാർജും വരുന്നതാണ് സ്വിറ്റർ അയോൺസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ആൻ ആലിഫാറ്റിക് അമിനോ ആസിഡ്? ഇതാണ് ആലിഫാറ്റിക് അമിനോ ആസിഡ്. സി, ഒരു ഹൈഡ്രോ കാർബൺ ലീനിയർ ചെയിൻ ആണ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ്, ഇത് നോക്ക്, അമിനോ ഗ്രൂപ്പ്, COH ഗ്രൂപ്പ്, H ഗ്രൂപ്പ്, അത് കഴിഞ്ഞെന്താണ് ഒരു ഹൈഡ്രോ കാർബൺ, അത് ചെയിൻ ആണ്, ലീനിയർ ചെയിൻ ആണ്. അതിന് പറയുന്ന പേരാണ് ആലിഫാറ്റിക് അമിനോ ആസിഡ്. ഇനി റിംഗ് ഷേപ്ഡ്, സി ഇവിടെ നോക്ക്, ഈ ഒരു അമിനോ ആസിഡിൽ NH2 ആണോ എന്നുള്ളത്. NH2ന് പകരം NH വരും. NH2ന് പകരം ചില കേസുകളിൽ NH വരുള്ളൂ. H2 മാറിയിട്ട് NH ആയിട്ട് നിന്നാൽ അതിന് പറയുന്ന പേരാണ് ഇമ്യൂനോ ആസിഡ്. ഇമ്യൂനോ ആസിഡ്. ഇനി ഇത് ആരോമാറ്റിക് അമിനോ ആസിഡ്, റിംഗ് ഷേപ്ഡ് ഹൈഡ്രോ കാർബൺ. വെൻ ദർ ഈസ് റിംഗ് ഷേപ്ഡ് ഹൈഡ്രോ കാർബൺ, ഇത് നോക്ക്, റിംഗ് ഷേപ്ഡ് ഹൈഡ്രോ കാർബൺ അസോസിയേറ്റഡ് വിത്ത് അമിനോ ആസിഡ്, ദാറ്റ് ഈസ് കോൾഡ് ആരോമാറ്റിക് അമിനോ ആസിഡ്. ഇനി ചില അമിനോ ആസിഡിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് കൂടും, ഒരു OH ഗ്രൂപ്പ് കൂടും. അതിന് പറയുന്ന പേരാണ് CH2OH. എത്തനോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിന് പറയുന്ന പേരാണ് ആൽക്കഹോളിക് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആൽക്കഹോൾസ് എന്ന് പറയും. സൾഫർ കണ്ടെയ്നിങ് ഉണ്ട്. ചിലതിൽ സൾഫർ കൂടെ കാണും. R ഗ്രൂപ്പിനകത്ത്, ഹൈഡ്രോ കാർബണിനകത്ത് സൾഫർ കൂടെ കണ്ടാവും. അതിന് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് എന്ന് പറയും. ചിലതിൽ മീഥൈൽ ഗ്രൂപ്പ് കാണും. അതിന് സൾഫർ കണ്ടെയ്നിങ് ഉള്ള അമിനോ ആസിഡ് എന്ന് പറയും. ചിലതിൽ വലിയ R ചെയിനിലും എസും കൂടെ ചേർന്ന് വരുന്ന വലിയ മോളിക്യൂൾസും ഉണ്ടാവും. Now there is acidic amino acid. എന്താണ് അസിഡിക് അമിനോ ആസിഡിന്റെ പ്രത്യേകത? എപ്പാർട്ട് ഫ്രം 1, ഇത് തനതായി ഒരു അമിനോ ആസിഡിൽ കാണുന്ന അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പ്. എപ്പാർട്ട് ഫ്രം ദിസ് there is one more COH group is present. അതിന് പറയുന്ന പേരാണ് acidic amino acid. If you see the basic amino acid, it contains, so apart from C, this is a amino acid, this is amino group, this is carboxyl group, and this is the hydrocarbon chain. The hydrocarbon chain contain one more amino group. ഇവിടെ ഒരു amino group കൂടെ ഉണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡ് ഗ്രൂപ്പ് വന്നാൽ അതിനെ പറയുന്ന പേരാണ് ബേസിക് അമിനോ ആസിഡ്. ബേസിക് അമിനോ ആസിഡ്. So these are the different kinds of amino acids present in a protein. And these amino acids, നമ്മൾ പറഞ്ഞു 10-20 അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിനെല്ലാം അബ്രിവേഷൻസ് ഉണ്ട്. ആലനിൻ, അസ്പാർജിൻ, aspartic acid, ഇങ്ങനെ പറയുന്നതിനെല്ലാം ഓരോ ഷോർട്ട് ഫോംസ് ഉണ്ട്. With these short forms we can refer an amino acid. The major essential amino acids are isoleucine, leucine, lysine, methionine, phenylalanine, threonine, tryptophan, valine, arginine, histidine.
ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും ആരോമാറ്റിക് അമിനോ ആസിഡുകളാണ് കൂടുതലായിട്ട് എസെൻഷ്യൽ അമിനോ ആസിഡാണ്. മിക്കവാറും ആരോമാറ്റിക് അമിനോ ആസിഡുകളാണ് എസെൻഷ്യലായിട്ട് കാണുന്നത്. ഫീനൽ അലനിൻ ട്രിപ്റ്റോഫാനൊക്കെ വളരെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകളാണ്. ഇനി ഹൗ ദിസ് അമിനോ ആസിഡ്, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് അമിനോ ആസിഡിലുള്ളത്. ദീസ് ആർ ദി essential information regarding amino acid. Now, for a protein, what is a protein? Number of amino acid when they unite together with a peptide bond, they are called protein. കുറേ അമിനോ ആസിഡുകൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ട് യോജിപ്പിക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്താണ്? പ്രോട്ടീൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. When a number of amino acids combine together with the help of a peptide bond, with the help of peptide bonds, they are called polypeptide or protein. So, ഇവിടെ നോക്ക്, this is one amino acid, this is second amino acid. Here it contains a COOH group and here it is H3N. What they do is, by using H2 and O, one molecule of water will be eliminated and there a CONH bond will be formed. There will be a CONH bond formation and it is called a peptide bond. So again, we will just stop here now. What are amino acids? So far we discussed about what is an amino acid, what is the chemical structure of amino acid, what are the different types of amino acid, what are the functional roles of, what are the different properties, functional properties of amino acid, isomerism in amino acid, Zwitterionic effect, and essential and non-essential amino acid. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.